ഇന്ന് പകൽക്കാലം അല്പസമയം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, മനോഹരമായ ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അല്പസമയം അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം കർത്താവെ, ആ വചനം ഞങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. മാനവും മഹത്വം അവിടെ നിന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വീണ്ടും ഒരു ഞായറാഴ്ച കൂടി നമുക്ക് കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം ഒരുക്കിയല്ലോ. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അമോഹമൊന്നും കൂടാതെ ഒരു വേദഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസ് 5:7. പത്രോസ് എഴുതിയ ലേഖനം 1 ലേഖനം 5 അധ്യായം 7 വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വചനമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നമുക്കറിയാം, ഏദൻ തോട്ടം മുതൽ ഇങ്ങോട്ട് മനുഷ്യൻ്റെ ചരിത്രമെടുത്താൽ ആകുല ചിന്ത എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു കൂടപ്പിറപ്പാണ്. പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് മനുഷ്യന് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചിന്താഭാരമാണ് ഈ ആകുല ചിന്ത, അല്ലെങ്കിൽ ചിന്താകുലങ്ങൾ. ആകുല ചിന്ത, അസ്വസ്ഥത, ജീവിത ലക്ഷ്യമില്ലായ്മ, ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് മനുഷ്യനുണ്ടായതാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കിയാൽ ആകുലതകളില്ലാത്ത അല്ലെങ്കിൽ ചിന്താഭാരമില്ലാത്ത ആരുമില്ല. പല അളവിൽ മാത്രം ചിലർക്ക് വലിയ കൂടുതലായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ ഭാരങ്ങളും പ്രയാസങ്ങളിലൂടെ ചിലർ കടന്നു പോകും. എന്നാൽ ചിലർക്ക് അത്രമാത്രം ഇല്ലായിരിക്കാം, അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ ഒരു വിധത്തിൽ നോക്കിയാൽ എല്ലാവർക്കും ചിന്താഭാരങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഈ പത്രോസ് തൻ്റെ സ്വന്തം ജീവിത അനുഭവത്തിലൂടെയാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. തൻ്റെ സാക്ഷ്യമായി തന്നെയാണ് താൻ പറയുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ചിന്താഭാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം, ജോലി, കുടുംബം, അല്ലേ, പഠനം, കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി എന്ത് പഠിക്കും, അല്ലെ എൻ്റെ ഭാവി എന്തായിത്തീരും, ഇങ്ങനെ പല രീതിയിലുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ഇവിടെ ഈ പത്രോസ് നമ്മളോട് പറയുന്നത് അത് ദൈവത്തിൻ്റെ കരുതൽ, കർത്താവായ യേശുവിൻ്റെ കരുതൽ നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ് ഈ പത്രോസ്. അതുകൊണ്ട് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിടുവാനായിട്ട്. പ്രിയമുള്ളവരെ, തൻ്റെ അനുഭവത്തിലൂടെ തന്നെ നമ്മളോട് പറയുന്ന 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇരിക്കുവാനായിട്ട് അത്ര ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പത്രോസ് തന്നെ യേശു കർത്താവ് തിരഞ്ഞെടുത്തു. മർക്കോസിൻ്റെ സുവിശേഷം 1:17 നമുക്ക് കാണാൻ സാധിക്കുന്നത്, യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക എന്ന്. അങ്ങനെ കർത്താവിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഈ പത്രോസിനെ യേശു തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ഗലീല തടാകത്തിൻ്റെ കരയിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 5 അധ്യായത്തിൽ. അവിടെ കർത്താവ് വചനം പറയുവാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദേശിക്കുവാനായിട്ട് പത്രോസിൻ്റെ പടക് ചോദിച്ചു. പത്രോസ് യാതൊരു തടസ്സവും കൂടാതെ ആ പടക് യേശുവിന് വേണ്ടി കൊടുത്തു. പക്ഷേ ഈ പത്രോസ് അവിടെ ഒരു കാര്യം ചെയ്യുകയായിരുന്നു. താൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. തൻ്റെ ഒരു ദിവസത്തെ കഠിനാധ്വാനം, വളരെയധികം അധ്വാനിച്ചെങ്കിലും തനിക്കൊന്നും ലഭിച്ചില്ല. വളരെ നിരാശയോടെ, വളരെ വേദനയോടുകൂടെ താൻ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശു അവനോട് ചോദിക്കുകയാണ്, യേശു അവനോട് പറയുന്ന ഇപ്രകാരമാണ്, എന്താണ്, നീ ആഴത്തിലേക്ക്, അല്ലെങ്കിൽ എന്തിനാ വലത്തുഭാഗത്തേക്ക്, പടകിൻ്റെ വലത്തുഭാഗത്ത് നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. മതി. ഇവിടെ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാനായിട്ട് യേശു പത്രോസിനോട് പറഞ്ഞു. അപ്പോൾ അവന് തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, നാഥാ,
അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. ഇവിടെ ഒരു കാര്യം ഓർക്കണം. പത്രോസിന് പുതുമയല്ല ആ തടാകം, അല്ലെങ്കിൽ തൻ്റെ മീൻപിടുത്തത്തിൽ താൻ വലിയ എക്സ്പേർട്ടായിരുന്നു. തൻ്റെ കഴിവ് ഉപയോഗിച്ച് മാക്സിമം നോക്കി, പക്ഷേ ഒന്നും ലഭിച്ചില്ല, ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടെ പത്രോസ് പറയുകയാണ്, എന്നാൽ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പത്രോസിൻ്റെ ആ സാഹചര്യം, അതിനെ പത്രോസ് നോക്കിയില്ല. തൻ്റെ മുൻ പരിചയത്തെ അവൻ അതിന് വില കൊടുത്തില്ല, മറിച്ച് യേശുവിൻ്റെ വാക്കിന് വില കൊടുത്തു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ രോഗമായിരിക്കാം, ഭാരമായിരിക്കാം, കടഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ചിലപ്പോൾ നമ്മൾ അവലംബിച്ച് അതിനെ ചെയ്ത് അതിൽ വിജയം പ്രാപിച്ച, അല്ലെങ്കിൽ നമുക്കത് നേടിയതായിരിക്കുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ടാകാം. എന്നാൽ ഇവിടെ പത്രോസ് അതൊന്നും പറയുന്നില്ല. അവിടെ തൻ്റെ ആ വീഴ്ച അവിടെ സമ്മതിച്ചിട്ട് കർത്താവിനോട് പറയുകയാണ്, നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഞാൻ നോക്കിയാൽ ഒരു സാധ്യതയില്ല, എന്നാൽ നിൻ്റെ വാക്കിന്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പത്രോസ് വല വീശി പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. തൻ്റെ ജീവിതത്തിൽ താൻ അന്നോളം കണ്ടിട്ടില്ലാത്ത വലിയൊരു അനുഗ്രഹത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ തൻ്റെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറി, തൻ്റെ കടഭാരങ്ങൾ മാറാൻ, അല്ലെങ്കിൽ തൻ്റെ പലവിധമായിരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ മാറാനായിട്ട് ഒരു വലിയ അനുഗ്രഹത്തെ ദൈവം കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഇവിടെ പത്രോസിനെ ഞങ്ങൾക്ക് കാണുമ്പോൾ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം, അനുഗ്രഹം ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, തൻ്റെ ജീവിതത്തിൽ താൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്തതായിരിക്കുന്ന ഒരു നന്മ താൻ പ്രാപിച്ചപ്പോൾ അവിടെ പറയുന്നത് അവൻ കാൽക്കൽ വീണു. കർത്താവിൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് പോകണമേ. പലപ്പോഴും അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മനോഭാവം എപ്രകാരമാണ്? എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നന്മയോ അനുഗ്രഹമോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം വേണ്ട, ആരും വേണ്ട എന്ന് അവരൊറ്റയ്ക്ക്, അല്ലേ? എന്നാൽ ഇവിടെ തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം വന്നപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയെ നെടുമ്പാടെ വീണ് സമർപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. ഹല്ലേലൂയ. അപ്പോൾ പരാജയത്തിലും തൻ്റെ ജീവിതത്തിൻ്റെ തോൽവിയിലും, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവൻ ദൈവത്തെ അനുസരിച്ചപ്പോൾ, കർത്താവിനെ അനുസരിച്ചപ്പോൾ അതവൻ അനുഗ്രഹമായി തീർന്നു. അപ്പോൾ അനുഗ്രഹം അവൻ്റെ ജീവിതത്തിലൊരു സമർപ്പണത്തിന് കാരണമായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ ആവശ്യ ഘട്ടങ്ങളിലൊക്കെയും നാം കർത്താവിനെ ആശ്രയിക്കുവാൻ തയ്യാറാകണം. ഇവിടെ ഈ പത്രോസ് തൻ്റെ ആ ആവശ്യങ്ങൾ എത്ര വലുതായിരുന്നാലും ചെറുതായിരുന്നാലും അത് കർത്താവിന് കൊടുത്തു, അവൻ്റെ വാക്കിന് വില കൊടുത്തു. അങ്ങനെയെങ്കിൽ അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ അതിടയാക്കിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കും അവന് മതിയായവനായിരിക്കുന്ന ഒരു ദൈവമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രയാസവേളയിൽ ആ കർത്താവിൻ്റെ കരുതൽ അവന് അനുഭവിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീർന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. പത്രോസിന് ദൈവം അവിടെ കാണിച്ചു കൊടുത്തത് തൻ്റെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ തൻ്റെ ഉപജീവന മാർഗത്തിൻ്റെ ആവശ്യം മാത്രമായിരുന്നില്ല, തൻ്റെ ജീവിത വിളിയും കൂടെ ആയിരുന്നു അത്. ദൈവം അവനെ വിളിച്ചു, ഞാൻ നിന്നെ ഇനി മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലോകം നമ്മളെ, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ആളുകൾ നമ്മളെ കാണുന്നത് എങ്ങനെയെന്നല്ല പ്രധാനപ്പെട്ടത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, യേശു നമ്മളെ കാണുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. ലോകത്തിലുള്ള ആളുകൾ പല രീതിയിൽ നമ്മളെ കാണാം, ചിലപ്പം കണ്ടില്ലെന്ന് വരാം, എന്നാൽ യേശു നമ്മളെ കാണുന്നുണ്ട്, ആ ദൈവം നമ്മളെ അറിയുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. രണ്ടാമതായിട്ട് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളെ തടാകത്തിന് അക്കരയ്ക്ക് പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ ശിഷ്യന്മാരെ
യേശു പറഞ്ഞയച്ചിട്ട് യേശു പ്രാർത്ഥിപ്പാനായിട്ട് മലയിൽ കയറിപ്പോയി. യേശു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. ഏകദേശം പ്രഭാതത്തോടടുക്കാറായപ്പോൾ യേശു കടലിൽ മീതെ നടന്നു ചെല്ലുക. അപ്പോൾ കടലിൽ മീതെ നടന്നു ചെല്ലുമ്പോൾ ഈ പടകിലുള്ള ശിഷ്യന്മാരെല്ലാവരും വളരെ ഭയപരവശരായിട്ട് രാത്രിയിൽ അവർ ആ തടാകത്തിൽ അല്ലെങ്കിൽ കടലിൽ വലിയ തിരകളും കോളും കാറ്റും ഒക്കെ ഉണ്ട്. ആ വലിയ പ്രയാസത്തോടെ അവരിങ്ങനെ പടകിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ്ട് വരുന്നു. ആ കടലിൽ മീതെ ഒരാൾ നടന്നു വരുന്നു. അവിടെ നമ്മൾ കാണുന്നത് അവർ പേടിച്ച് നിലവിളിച്ചു, അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഒരു ഭൂതമെന്ന് വിചാരിച്ച് അവർ പേടിച്ച് നിലവിളിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അടുക്കിലേക്ക് കർത്താവ് അവരടുത്ത് വരുമ്പോൾ വലിയ കാറ്റും ഇതെല്ലാം ഉണ്ട്. എന്നാൽ കർത്താവ് അടുത്ത് വന്നപ്പോൾ അതെല്ലാം ശാന്തമായി തീർന്നു. എന്നാൽ അവിടെ കാണാൻ സാധിക്കുന്നത് പത്രോസ് യേശുവിനോട് പറയുക, നീ ആകുന്നുവെങ്കിൽ ഞാൻ നിൻ്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, നീ പോരാനായിട്ട് പറഞ്ഞു, വരിക എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് ആ ഗലീല കടലിൻ്റെ ആ ഓളങ്ങളുടെ പുറത്ത് തൻ്റെ കാൽപാദം എടുത്തു വെച്ച് പതുക്കെ നടന്നു വരിക. ഒരു കാര്യം ഓർക്കണം, കർത്താവിൻ്റെ പത്രോസിന് നേരത്തെ അറിയാം എന്താണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ അല്ലെ നീ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അതുകൊണ്ട് ആ വിശ്വാസം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് പത്രോസ് പറയുകയാണ്, എന്താണ്, കർത്താവെ നീ കൽപ്പിക്കുന്നുവെങ്കിൽ ഞാൻ വരാം. യേശു പറഞ്ഞു വരിക എന്ന് പറയുമ്പോൾ ആ വാക്കിന് പത്രോസ് ഓളങ്ങളുടെ മീതെ നടന്നു വരികയാണ്. പെട്ടെന്ന് നമ്മളിവിടെ കാണുന്നത് അവൻ കാറ്റ് കണ്ട് പേടിച്ചു. ഒരു കാര്യം ഓർക്കണം, അവൻ മുങ്ങിത്തുടങ്ങാൻ പോകാം. മുങ്ങിത്തുടങ്ങുന്ന വേളയിൽ അവിടെ പത്രോസിൻ്റെ ഒരു വലിയ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. ഒരു ചെറിയ പ്രാർത്ഥനയാണ്, വേറൊന്നുമല്ല. കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ഇപ്രകാരമുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉയരണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പത്രോസ് ഒരു സാധാരണ രീതിയിലുള്ള പ്രാർത്ഥനയല്ല, അവിടെ ഹൃദയംഗമായിരിക്കുന്ന ഒരു നിലവിളിയായിരുന്നു, ഹൃദയംഗമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് ഉടൻ തന്നെ അവൻ്റെ കൈ പിടിച്ച് ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പത്രോസ് വിളിച്ചു കർത്താവിനോട് പറഞ്ഞ ആ നിമിഷം തന്നെ യേശു അവനെ രക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. അവനെ ആ വലിയ ആഴത്തിൽ നിന്നും വലിച്ചെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു കാര്യം ഓർക്കണം, ഇവിടെ പത്രോസ് വിളിച്ച് അവൻ്റെ ആ പ്രാർത്ഥന, ആ നിലവിളി ഉയർന്നപ്പോൾ അപ്പോൾ തന്നെ യേശു അവനെ ആ കടലിൽ നിന്നും വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നാം നിലവിളിക്കാൻ തയ്യാറാകുമോ? പലപ്പോഴും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും നേരിടുമ്പോൾ ആദ്യം നമ്മളെന്താണ്, മറ്റ് പല കാര്യങ്ങളാണ് നമ്മൾ നോക്കാറുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല, അപ്പോഴേ തന്നെ പ്രാർത്ഥന കേൾക്കുന്ന, വിളി കേൾക്കുന്ന, അല്ലെങ്കിൽ കരുതുന്നവനായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലിന് വേണ്ടി, ആ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നിലവിളി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നാം വിളിക്കുവാൻ തയ്യാറായാൽ കേൾക്കുവാൻ നമ്മുടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. നാം വിളിക്കുവാൻ തയ്യാറായാൽ നമുക്ക് ഉത്തരം തരുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഇവിടെ അവൻ വിളിച്ചപ്പോൾ തന്നെ, അപ്പോൾ തന്നെ അവനെ പിടിച്ചു, അവനെ രക്ഷിച്ചു. യിരെമ്യാവ് 33:3 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പത്രോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ താൻ പറയുന്നത്, അവൻ വിളിച്ചപ്പോൾ തന്നെ, ആ നിമിഷം തന്നെ കരം നീട്ടി വിടുവിച്ച ഒരു കർത്താവിനെ കുറിച്ചാണ്. അതുകൊണ്ട് നമ്മളും വിളിക്കുവാൻ തയ്യാറായാൽ, നമ്മൾ നിലവിളിക്കുവാൻ തയ്യാറായാൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും ഈ ഒരു പ്രാർത്ഥന എന്നെ ടച്ച് ചെയ്ത ഒരു പ്രയറാണ് പത്രോസിൻ്റെ ഈ പ്രാർത്ഥന. ഞാൻ പലപ്പോഴും
പല ഭവനങ്ങളിലും പല ആശുപത്രികളിലും ഒക്കെ വിസിറ്റ് ചെയ്ത സന്ദർഭങ്ങളിൽ നമ്മുടെ ഈ ചർച്ചിലുള്ളവരുമൊക്കെ പലപ്പോഴും വളരെ പ്രയാസപ്പെട്ട് എന്ന് പറഞ്ഞാൽ മരണത്തോടടുത്ത് കിടക്കുന്ന സാഹചര്യത്തിൽ പോലും അവരെയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരൊറ്റ പ്രാർത്ഥനയെ പറഞ്ഞു കൊടുക്കാറുണ്ട്: യേശുവേ, എന്നെ രക്ഷിക്കണമേ. ആ പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, മാത്രമല്ല അവർ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടവർ വരെ നമ്മുടെ ഈ ചർച്ചിലുണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ആ വേളയിൽ അവരുടെ ആ പ്രയാസഘട്ടത്തിൽ അവരനുഭവിക്കുന്ന എന്ന് പറഞ്ഞാൽ അവർ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവരോട് നമുക്ക് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, വേറെ ബൈബിൾ 1 മുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, അല്ലെ യേശുവിനെക്കുറിച്ച് കൂടുതൽ ശക്തിയായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവർക്കൊരൊറ്റ പ്രാർത്ഥന: യേശുവേ, എന്നെ രക്ഷിക്കണമേ. അപ്പോൾ ആ പ്രാർത്ഥന പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ യേശു അവനെ പിടിച്ചു രക്ഷിപ്പാനിടയായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലത്തിലും പ്രതിസന്ധികളിലൊക്കെ ഈ കർത്താവിനെ വിളിക്കണം, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പത്രോസിനെ ദൈവം കരുതിയിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 30-ാമത്തെ വാക്യം 30-31. അവിടെ ശീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ചു എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ രോഗമൊന്നുമല്ല, അല്ലേ? പലപ്പോഴും നമുക്ക് എന്താണ് മാരകമായ രോഗങ്ങളായിട്ട് പല അസുഖങ്ങളും നമ്മുടെ ലിസ്റ്റിലുണ്ട്. എന്നാൽ ഇവിടെ കാണുന്നത് പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്കൊരു പനിയാണ്, ഒരു ജ്വരം. അപ്പോൾ ആ പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് അവർ യേശുവിനോട് പറയുക, എന്താണ്, എൻ്റെ അമ്മായിയമ്മയ്ക്ക് സുഖമില്ല, പനിയാണ്. യേശു എന്താ ചെയ്തു? അടുത്ത് ചെന്നവൻ്റെ അവളുടെ കരം പിടിച്ചു എഴുന്നേൽപ്പിച്ചു. അപ്പോൾ തന്നെ പനിയെല്ലാം വിട്ടുമാറിപ്പോയി. നമുക്കാണ് എന്താണ് ഓരോ രോഗങ്ങളും ഓരോ ഗ്രേഡിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. ക്യാൻസറോ അല്ലെങ്കിൽ ഹൃദ്രോഗമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില രോഗങ്ങൾ നമ്മൾ വലിയ ഇതായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നു. എന്നാൽ യേശുവിന് ഇതെല്ലാം ഒരുപോലെയുള്ളൂ. പനിയാണെങ്കിലും ഒരു തലവേദനയാണെങ്കിലും ഒരു കൈമുട്ട് വേദനയാണെങ്കിലും എന്നാൽ വലിയ മാരകമായിരിക്കുന്ന ക്യാൻസർ ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിന് ഇതെല്ലാം ഒരുപോലെ മാത്രമുള്ളെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് സകലത്തിലും കർത്താവിൽ ആശ്രയിക്കണം നമ്മൾ. അതാണ് ഇവിടെ ഈ കാര്യം നമ്മൾ ഓർക്കേണ്ടതായിരിക്കുന്ന കാര്യം. പത്രോസിൻ്റെ ജീവിതത്തിൽ വലിയ സംഭവങ്ങൾ താൻ നേരിട്ടു അനുഭവിച്ചു. എന്നാൽ ഈ ഒരു ചെറിയ കാര്യമല്ലേ, എന്നാൽ അതിനൊരു നമ്മളൊക്കെയാണ് സാധാരണ പാരസെറ്റമോളും അല്ലെങ്കിൽ ഒന്ന് ആവി പിടിക്കാനായിട്ട് നോക്കത്തുള്ളൂ, അല്ലേ? എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതിലാരെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കാറുണ്ടോ? ഇല്ല. ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രിയമുള്ളവരെ, ചെറുതാണേലും വലുതാണേലും ദൈവത്തിൻ്റെ സന്നിധി ദൈവത്തിന് ഒന്നുപോലെയാണ്. അങ്ങനെയെങ്കിൽ നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ കർത്താവ് സന്നിധിയിൽ ആ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ഇറക്കി വയ്ക്കാൻ നമ്മൾ തയ്യാറാകണം. പത്രോസിൻ്റെ ഈ അനുഭവം എന്നെ പഠിപ്പിച്ചത് അതാണ്. ഏതൊരു കാര്യത്തിലും കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കുക. ഇവിടെ നമുക്ക് അതാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ആ അമ്മായിമ്മയുടെ സൗഖ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മ ചെയ്ത കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. കണ്ടോ? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൾ ഉടനെ എഴുന്നേറ്റ് കർത്താവിനെ ശുശ്രൂഷിച്ചു. അപ്പോൾ ഉടനെ കർത്താവിനെ ശുശ്രൂഷിപ്പാനായിട്ട് അവൾ വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്, മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് അല്ലെങ്കിൽ കർത്താവിനെ സേവിക്കാനായിട്ട്. ഉടൻ തന്നെ നമ്മുടെ ജീവിതത്തിലും സൗഖ്യവും വിടുതലും ഒക്കെ പ്രാപിക്കുന്ന എന്തിനു വേണ്ടിയാണ്? കർത്താവിനെ ശുശ്രൂഷിപ്പാനാണ്, കർത്താവിൻ്റെ നാമത്തെ ഉയർത്താനാണ്. മാത്രമല്ല മറ്റനേകർക്കൊരു അനുഗ്രഹമായിട്ട് തീരാൻ വേണ്ടിയാണ്, അനേകരെ ശുശ്രൂഷിപ്പാനായിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. എഫേസ്യർ 2:10 നമുക്കറിയാം, സൽപ്രവർത്തികൾക്കായിട്ട് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അത് മറ്റുള്ളവർക്ക് സൽപ്രവൃത്തി ചെയ്യുവാനായിട്ടും കൂടെയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇവിടെ അടുത്തതായിട്ട് ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം
31-32 വാക്യങ്ങൾ. ഷീമോനെ ഷീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. ഇവിടെ നമുക്കറിയാം, പത്രോസിൻ്റെ ജീവിതത്തിൽ താൻ യേശുവിൻ്റെ കൂടെ നടന്നു, അത്ഭുതങ്ങൾ കണ്ടു, ഇതെല്ലാം ചെയ്തു. പക്ഷേ അവസാന സമയത്ത് എന്തോ ചെയ്തു? തള്ളി പറഞ്ഞു. ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ കടന്നു വന്നപ്പോൾ താൻ യേശുവിനെ അറിയുന്നില്ല എന്ന് പ്രാകുവാനും തള്ളിപ്പറയാനിടയായിത്തീർന്നു. എന്നാൽ അവിടെ ഒരു വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. പക്ഷേ ആ വീഴ്ചയിൽ കർത്താവ് പത്രോസിനെ കൈവിട്ടില്ല. നമ്മളവിടെ കാണുന്നത്, അവൻ മടങ്ങി വരാനായിട്ടുള്ള ഒരു ചാൻസ് വന്നപ്പോൾ ഈ പത്രോസ് മടങ്ങി വന്നവൻ അനുദപിച്ച് കർത്താവിലേക്ക് അവൻ മടങ്ങി വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതെ, തൻ്റെ ആ വീഴ്ചയിലും കർത്താവ് അവനെ കൈവിട്ടെന്നുള്ള കാര്യം, കൈവിട്ടില്ലെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പലപ്പോഴും നാം കർത്താവിനെ അറിയാതെ അല്ലെങ്കിൽ കർത്താവിനെ ഗവനിക്കാതെ പലപ്പോഴും പിന്മാറ്റത്തിൻ്റേതായിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥന കുറവോ അല്ലെങ്കിൽ വചനം പഠിക്കുന്നതിലോ അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് കടന്നു വരുന്നതിലൊക്കെ കുറവ് സംഭവിച്ചിരിക്കുക. എന്നാൽ കർത്താവ് എപ്പോഴും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക. നാം മടങ്ങി വരുവാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇവിടെ ആ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ പത്രോസ് വീണപ്പോൾ അല്ലെങ്കിൽ അവന് വലിയ വീഴ്ച സംഭവിച്ചപ്പോൾ അതിന് മുന്നമേ തന്നെ കർത്താവിന് അറിയാമായിരുന്നു. അത് പത്രോസിനോട് നേരത്തെ തന്നെ കർത്താവ് പറഞ്ഞു, അല്ലേ, നീ മടങ്ങി വരുമ്പോൾ എൻ്റെ ആടുകളെ പരിപാലിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മളെ കൈവിടാതെ കാക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവം. നമ്മുടെ ബലഹീനതകളൊക്കെ കർത്താവിന് അറിയാം, നമ്മുടെ കുറവുകളൊക്കെ കർത്താവിന് അറിയാം. ആ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അവൻ നമ്മളെ എപ്പോഴും മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ പിന്മാറ്റത്തിലോ അല്ലെങ്കിൽ ആ കുറവിൽ നിൽക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. പത്രോസിനെ സ്നേഹിച്ച ആ ദൈവം നമ്മളെയും സ്നേഹിക്കുന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമുക്ക് ഈ പത്രോസ് കർത്താവിൻ്റെ ആ വലിയ കരുതൽ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 17-ന്റെ 24-ാമത്തെ വാക്യം, 24-25 വാക്യം. അവർ കഫർന്നഹൂമിൽ എത്തിയാറെ ദ്വിദ്രഹ്മ പണം വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മ പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഊവ് എന്ന് അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ഷീമോനെ, നിനക്കെന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോടെന്ന് അവൻ പറഞ്ഞു. 27-ാമത്തെ വാക്യം. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. ഇവിടെ വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പത്രോസിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ, താൻ അനുഭവിച്ച വലിയൊരു കരുതലാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ ദ്വിദ്രഹ്മ പണം, അതായത് ടാക്സ് കളക്ട് ചെയ്യുന്നവർ പത്രോസിനോട് ചോദിക്കുകയാണ്, നിൻ്റെ ഗുരു ടാക്സ് കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ തിരിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോഴാണ് അറിയുന്നത്, യേശുവിൻ്റെ ടാക്സും അതുപോലെ ഈ പത്രോസിൻ്റെ ടാക്സും കൊടുത്തിട്ടില്ല. അപ്പോൾ വലിയൊരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്ന ഒരു വിധത്തിൽ പറഞ്ഞു. പക്ഷേ ഇതെല്ലാം അറിയാവുന്ന കർത്താവായ യേശുവിനെക്കുറിച്ച് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്, യേശു കർത്താവ് ഉടൻ തന്നെ പറയുകയാണ്, പത്രോസിനോട് പറയുകയാണ്, എന്താണ്, നീ ഇവിടുന്ന് പോവുക, ഗലീലക്കടൽ വളരെ ദൂരത്താണ്, നീ ഇവിടുന്ന് നടന്നു പോയി നീ ഒരു ചൂണ്ടയായിട്ട് ചെല്ലണം, ചൂണ്ടയിട്ട് ഒരു മീനെ പിടിക്കണം. ആദ്യം പിടിക്കുന്ന മീനിൻ്റെ വായിൽ ഒരു ചതുർദ്രഹ്മ പണം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 2 ഒരാൾക്ക് കൊടുക്കേണ്ടത്, 2 ദ്രഹ്മ പണമാണ് കൊടുക്കേണ്ടത്. പക്ഷേ അവിടെ കിട്ടുന്നതോ 4 ദ്രഹ്മ പണം കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് യേശു പറയുകയാണ്, അത് നീ കൊടുത്തിട്ട് എനിക്കും
നിനക്കും കൂടി നീ ടാക്സ് കൊടുക്കാനായിട്ട് പറയുകയാണ്. കർത്താവിൻ്റെ കരുതലൊന്ന് ഓർക്കണം. ഇവിടെ കർത്താവ് പറയുന്നത് എനിക്ക് തന്നെയല്ല കൊടുക്കേണ്ടത്, എന്താണ്? നിനക്കും കൂടെ കൊടുക്കണം. ഒരു കാര്യം ഓർക്കണം, ഈ ആവശ്യം വരുന്നതിന് മുമ്പേ തന്നെ മുന്നമേ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കുക. ആ കടലിൻ്റെ ആഴിയിൽ എവിടെയോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യത്തിൻ്റെ അല്ലേ ആ ദൈവത്തിൻ്റെ കരുതൽ. ഇത് വായിക്കുമ്പോൾ പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ ഇപ്പോഴല്ല സംഭവിക്കുന്നത്, അത് മുന്നമേ സംഭവിച്ചുകൊണ്ട്. ഹല്ലേലൂയ. മുന്നമേ സംഭവിച്ചു എന്നുള്ളൊരു കാര്യം ഓർക്കണം. നമ്മുടെ പ്രശ്നത്തിൻ്റെ ആ സ്ഥാനത്തല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി വരുന്നത്, അതിന് മുന്നമേ തന്നെ ദൈവം അതിനുള്ള പരിഹാരം ഒരുക്കിയിരിക്കുന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഈ പത്രോസ് ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ തന്നെ അവിടെ അതിന് മുന്നമേ തന്നെ അത് റെഡിയായിരിക്കുക. ആ കടലിൻ്റെ ആഴിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തിൽ ഒരു മത്സ്യത്തിൻ്റെ വായിൽ അത് ആ പണം അവിടെ നിക്ഷേപിച്ചിരിക്കുക. ഒരു കാര്യം ഓർക്കണം, പത്രോസ് ഇവിടെ നിന്ന് അവിടെ ചെന്ന് ആ ചൂണ്ടയെടുത്തിട്ട് വേറെ മീനാണോ കൊത്തുന്നതെങ്കിലോ കിട്ടുമോ? ഇല്ല. പക്ഷെ കർത്താവിൻ്റെ വാക്ക്, അതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. ദൈവമക്കളെ, ഈ വചനം എന്താണ്? നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതുമായിരിക്കുന്ന വചനം സത്യമാണ്. ഈ വചനത്തിലെ പ്രോമിസുകളൊന്നും എന്താണ് നടക്കാതെ പോയിട്ടില്ല. ഈ വചനം ജീവനുള്ള വചനമാണ്. ഈ വചനം നമ്മുടെ നാവിൽ ഏറ്റെടുക്കുമ്പോൾ, നമ്മളത് വാഗൊണ്ട് പറയുമ്പോൾ, ആ വചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓൾറെഡി അത് നമ്മളെ എന്താണ് ആ വചന ദൈവം അവിടെ സ്ഥിരമാക്കി വെച്ചിരിക്കുക, അത് വന്നിരിക്കുന്നു ഓൾറെഡി. പക്ഷേ അത് നമ്മൾ വിശ്വസിച്ച് അത് ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് സൗഖ്യമായി തീരുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അത് ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ച ആ മീനിൻ്റെ വായിലെ ചതുരതമ്മ പണം പോലും അറിയുന്ന ഒരു കർത്താവ് അവിടെ കാണുന്നത്. ആ പത്രോസിനോട് പറയുകയാണ്, നീ വന്ന് അത് എടുത്തു കൊണ്ടുവന്ന് എനിക്കും നിനക്കും കൊടുക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ പത്രോസിൻ്റെ ആ കരുതൽ ഭയങ്കരമാണ്. ഇവിടെ ഗുരുവാണ് തൻ്റെ ശിഷ്യനോടാണ് പറയുന്നത്, എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാനായിട്ട്. ഇവിടെ അങ്ങനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇന്നുള്ള ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ ചേർത്ത് പിടിക്കുന്ന അവസ്ഥ വളരെ ചുരുക്കമാണ്. ഇന്നുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ ഇന്നുള്ള ആളുകൾ ഈ യേശുവിനെ പോലെ എന്താണ് യേശുവിൻ്റെ സ്വഭാവം ജീവിതത്തിൽ പകർത്തി പ്രവർത്തിക്കേണ്ടവർ പലപ്പോഴും എന്താണ് അകറ്റി നിർത്താൻ നോക്കും. ഇവിടെ പത്രോസിന് എന്നെ വേണമെങ്കിൽ എന്താണ് പറയുന്നത്, എൻ്റെ അങ്ങ് വീട്ടിക്കോ, എൻ്റെ പണം അല്ലെങ്കിൽ എൻ്റെ ടാക്സ് നീ കൊടുത്തോ എന്ന് പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. എനിക്കും നിനക്കും. അവനെ ചേർത്ത് നിർത്തി അവൻ്റെയും കൂടെ എന്താണ് ആ വലിയ ഭാരം ഇറക്കി വയ്ക്കുവാനായിട്ട് കർത്താവിന് സാധിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ഭാരങ്ങളെ അത് അവൻ്റെ മേൽ ഇട്ട് കൊടുക്കുന്നുവെങ്കിൽ നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ ലോകത്തിലെ ആളുകൾ ഒരുപക്ഷെങ്കിൽ നമ്മളെ കരുതിയില്ലെന്ന് വരും. ഈ ലോകത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. എന്നാൽ നമ്മളെ കണ്ടിട്ടും കാണാതെ പോയാലും അറിഞ്ഞിട്ടും അറിയാതെ പോകുന്നവർ ഇന്ന് ലോകത്തിൽ ധാരാളമായി. എന്നാൽ നമ്മളെ അറിയുന്ന ഒരു കർത്താവ്, നമ്മളെ യഥാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ എനിക്കും നിനക്കും വേണ്ടി കൊടുത്തുകൊള്ളുക എന്ന് പറയുന്നത് ആ കർത്താവിൻ്റെ സ്നേഹത്തെയാണ് നമുക്ക് കാണുന്നത്. ആ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, പത്രോസിനോട് പറയുന്ന വേറൊരു സന്ദേശം കൂടെ ഉണ്ട്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. നീ ഒറ്റയ്ക്കല്ല, നീ തനിയല്ല, നിൻ്റെ ആവശ്യത്തിലും ആരുണ്ട്? ഞാനുണ്ടെന്നാണ് യേശു പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മളോട് കൂടെയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 3-ാമത്തെ വാക്യം. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല.
മതി. ഇവിടെ നമ്മൾ കാണുന്നത് ശിമോൻ പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി. ആ കൂടെ പത്രോസും പറഞ്ഞ് ഞാൻ മീൻ പിടിക്കാൻ പോവുക, ആരെങ്കിലും പോരുന്നുണ്ടെങ്കിൽ പോരാൻ പറഞ്ഞ് കുറച്ച് പേരെ കൂടെ കൂട്ടി പത്രോസും എന്താ ചെയ്ത് നേരെ പോയി, പഴയ പണിയിലേക്ക് പോയി. തന്നെ വിളിച്ച വിളിയെല്ലാം മറന്നു. താൻ കണ്ടതായിരിക്കുന്ന കർത്താവിൻ്റേതായിരിക്കുന്ന ആ പ്രവൃത്തികളെല്ലാം ഒരു നിമിഷത്തേന് മറന്നു വെച്ചിട്ട് എന്താണ് പോവുക. വീണ്ടും പഴയ വള്ളവും വലയൊക്കെ എടുത്തുകൊണ്ട് നേരെ പഴയ തടാകത്തിലേക്ക് തന്നെ പോയി, കടലിലേക്ക് തന്നെ പോയി. അവിടെ നമ്മൾ കാണുന്നത് രാത്രി മുഴുവനും അധ്വാനിച്ചു. പഴയ അനുഭവം വീണ്ടും കിടക്കുക. പഴയ കാലത്തും ഇതുപോലെ ഒന്നും സംഭവിച്ചു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. പക്ഷെ പ്രഭാതമായപ്പോൾ ഇങ്ങനെ ഒന്നും കിട്ടാതെ ഇങ്ങനെ കരയിലേക്ക് വന്നു. അപ്പോൾ കരയിൽ ഒരാൾ നിൽക്കുക. അദ്ദേഹം പറയുകയാണ്, എന്താണ് നീ അങ്ങോട്ട് കുഞ്ഞുങ്ങളെ. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ഇവിടെ നമ്മൾ കാണുന്നത്, സ്തോത്രം, പ്രൈസ് ലോർഡ്, ഇവിടെ നമ്മൾ കാണുന്നത് പത്രോസിനെയും മാത്രമല്ല, കൂടെയുള്ള യോഹന്നാനെയും മറ്റ് ശിഷ്യന്മാരെയും കരുതുന്നതിനായിരിക്കുന്ന ഒരു യേശുവിനെ നമ്മൾ കാണുന്നത്. അവർ പിന്മാറിപ്പോയി, അവർ പഴയ പണിക്ക് പോയി. കർത്താവിന് എന്താണ് അവരുടെ ആശയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി കർത്താവ് എന്താണ്, ഇനി ഇല്ലല്ലോ, കർത്താവ് മരിച്ച് അടക്കപ്പെട്ടു പോയി. ഇനിയിപ്പം ഒരു രക്ഷയില്ല, ഇനി പഴയ പണിയേ ഉള്ളൂ എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടു പോയി. എന്നിട്ട് ഇവിടെ കാണുന്നത് കർത്താവ് അവരെ കുറ്റപ്പെടുത്തിയില്ല. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതാണ് പലപ്പോഴും നമ്മളാണെങ്കിൽ എന്തോ വിചാരിക്കും, നമ്മളാണെങ്കിൽ എന്താ പറയുന്നത്, പോയവൻ പോഞ്ഞ കൊള്ളി പുറത്ത്, പോട്ടെ പോട്ടെ പോട്ടെ, ഇനി ഇങ്ങോട്ട് വരണ്ട. എന്നിട്ടിവിടെ കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മൾ ഓർക്കേണ്ടത്. കർത്താവ് എന്താണ്, അവരെ കാത്ത് നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അവർക്ക് വേണ്ടുന്ന പ്രാതലിനുള്ള ഭക്ഷണവും കൂടെ ഒരുക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പത്രോസിൻ്റെ കണ്ണ് അതുവരെയും വെളിപ്പെട്ടില്ല, കർത്താവാണെന്ന് അറിയുന്നില്ല. യോഹന്നാൻ പറഞ്ഞപ്പോഴാണ് പത്രോസ് അറിയുന്നത് യേശുവാണെന്ന് അറിയുന്നത്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ നടന്ന സംഭവം പോലും അവിടെ വീണ്ടും തനിയാവർത്തനം തന്നെ സംഭവിക്കുമ്പോൾ എന്നിട്ടും പത്രോസ് മനസ്സിലാകുന്നില്ല. അത്രയും വലിയ മീൻകൂട്ടം അവിടെ ലഭിച്ചു. എന്നാൽ യോഹന്നാൻ പറഞ്ഞു അത് കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ അവൻ കടലിലേക്ക് ചാടി. തിരിച്ചവർ കരയിലേക്ക് വന്നപ്പോൾ കനലിൽ ചുട്ട അപ്പവും മീനും യേശു അവർക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മളെ കരുതുന്ന ഒരു കർത്താവാണ്. നമ്മുടെ കഴിഞ്ഞ നാളുകളിലെ വീഴ്ചകളോ പരാജയങ്ങളോ നമ്മുടെ ജീവിതത്തിലെ കുറവുകളൊന്നും ദൈവം ഓർക്കുന്നില്ല. ഹല്ലേലൂയ. അതേ, നമ്മുടെ പ്രാർത്ഥനയിൽ വന്നു പോയ കുറവ്, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ, അതേ, നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള പാപ സ്വഭാവത്തിനോ എന്തിനെങ്കിലും നമ്മൾ അടിമകളായി തന്നു, അത് കർത്താവ് ഓർക്കുന്നില്ല. അതെ, ആ കർത്താവിൻ്റെ സ്നേഹം നമ്മളെ മാടി വിളിക്കുകയാണ്. നാം അവനോട് അടുത്ത് വരുന്നുവെങ്കിൽ കർത്താവ് നമ്മളോട് അടുത്ത് വരും. ഹല്ലേലൂയ. അതെ, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ പത്രോസിൻ്റെ ജീവിതത്തിൽ താൻ പിന്മാറിപ്പോയപ്പോഴും താൻ വീണുപോയപ്പോഴും തന്നെ കരം പിടിച്ചുയർത്തുവാൻ കർത്താവിൻ്റെ കരമുണ്ട്. ആ കരം ഇന്നും, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. ആ കരത്തിൽ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ, വീണ്ടും ആ കർത്താവിനെ തന്നെ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടോൾവിൻ. നമ്മുടെ ജീവിതത്തിലുള്ള ചിന്താകുലകൾ എന്ത് തന്നെ കടന്നു വന്നാലും നമ്മൾ അതിനെ മുറുകെ പിടിക്കേണ്ട ആവശ്യമില്ല.
ഭാരങ്ങൾ എന്ത് തന്നെ കടന്നു വന്നാലും അതിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് രോഗമാകാം, കടഭാരമാകാം, അല്ലെങ്കിൽ പല വലിയതായിരിക്കുന്ന പ്രതികൂലങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ യേശുവിൽ, ദൈവത്തിൽ നമ്മൾ ആശ്രയം വെച്ചാൽ ആ ദൈവം നമ്മളെ കരുതും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ അനുഭവം പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ഇന്ന് ഈ വരുന്ന ഒക്ടോബർ മാസം ആകുമ്പോൾ 37 വർഷമായി. പക്ഷേ ഈ നാളുകൾക്കിടയിൽ ഞാൻ ആറ്റിങ്ങൽ പ്രദേശത്ത് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ നാട്ടിൽ, എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ അല്പസ്ഥലം എൻ്റെ പിതാവിൻ്റെ എനിക്കുള്ള ഷെയറായിട്ട് പിതാവ് തന്നിരുന്നു. പക്ഷേ ഞങ്ങളിവിടെയാണല്ലോ, ഇടുക്കിയിൽ നിന്ന് എല്ലാം വിട്ട് ഇവിടെ ഞങ്ങൾ കടന്നു വന്നിരിക്കുക. പക്ഷേ എൻ്റെ സ്ഥലത്തിൽ കൂടെ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ആളുകൾ റോഡ് വെട്ടി, വഴി വെട്ടി. അപ്പം സ്ഥലത്തെ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചുകൊണ്ട് റോഡ് വെട്ടി അവരതിലൂടെ നടക്കാൻ ശ്രമിച്ചു. ഇതറിഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു, ആ വഴി അങ്ങ് അടയ്ക്ക്. ആ വഴി അവരടച്ചു. പക്ഷേ രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ലെങ്കിൽ പോലീസ് അധികാരികളും ഇതെല്ലാം ആ വീട്ടിലുള്ളവരായിരുന്നു. പോലീസിലുണ്ടായിരുന്നു, രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, പഞ്ചായത്തിലും അതുപോലെ ജില്ലാ തലത്തിലുമൊക്കെ ഉള്ള ആളുകളായിരുന്നു. ഞാനിവിടുന്ന് വിളിച്ചു പറയുമ്പോൾ അടയ്ക്കും. പക്ഷേ പെട്ടെന്ന് തന്നെ കൂടുതൽ ആളുകൾ വന്ന് തുറക്കും. ആളുകൾ കൂടി വന്നു. അവിടെ കൊടിയും സമരവും കാര്യങ്ങളെല്ലാം ആയി. അപ്പം ഞാൻ ഇവിടെ ആറ്റിങ്ങൽ, ഞാനും ബിന്ദുവും കുഞ്ഞുങ്ങളും ആയിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ അന്നേരം ചിന്തിക്കുകയായിരുന്നു, കർത്താവ് ഇതിനെന്താ ഒരു പരിഹാരം? ഞാൻ നിൻ്റെ വേലയുമായിട്ട് ഇവിടെ നിൽക്കുന്നു, ഞാൻ അതെല്ലാം വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ എൻ്റെ സ്വത്ത് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അവിടെ നിന്നല്ലേ? ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു കർത്താവേ എന്ന് ചോദിച്ചു. സങ്കടം അടക്ക വയ്യാതെ വന്നപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ കട്ടിലിൻ്റെ താഴെ മുട്ടുകുത്തി കട്ടിലിലേക്ക് കടന്ന് ഞാൻ കരഞ്ഞു, പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം എൻ്റെ മനസ്സിൽ ഒരാലോചന കൊണ്ടുവന്ന് തന്നു. ആ ആലോചന പ്രകാരം ഞാൻ പ്രവർത്തിച്ചു. അത് ഈ സെക്രട്ടേറിയറ്റിലുള്ള ചില ആളുകൾക്ക് ഇത് ലെറ്റർ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ ആ കർത്താവിൻ്റെ ആലോചന, അപ്പോഴെനിക്ക് കിട്ടിയ ആലോചന പ്രകാരം ഞാൻ അപ്രകാരം ചെയ്തു. പ്രിയമുള്ളവരെ, ഒരു കാര്യം കേൾക്കണമോ? ഞാനിവിടുന്ന് ഇതെല്ലാം റെഡിയാക്കി ഞാൻ വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിൽ 2 ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങളവിടെ വീട്ടിലിരുന്നു. 3-ാമത്തെ ദിവസമായപ്പോൾ ഇടുക്കി ജില്ലയുടെ ഏറ്റവും പരമോന്നതനായ പോലീസ് ഓഫീസർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ആ കാര്യങ്ങളെല്ലാം ക്രമീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും അങ്ങനെ ഒരു വഴിയില്ലാതെ വണ്ണം അത് അടച്ചു. വീടിൻ്റെ സ്ഥലത്തിന് എല്ലാത്തിനും പ്രൊട്ടക്ഷൻ അവിടെ എഴുതി വെപ്പിച്ചു. ഞാനിത് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമായിരുന്നത്. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് ആലോചന തന്നു. ആ ആലോചന പ്രകാരം പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി മഹത്വം കാണാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസവും ഭാരങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് വചനം പറയുന്നില്ല, എല്ലാം ഉണ്ട്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇത് നമ്മുടെ കൂടപ്പുറപ്പായിട്ട് ഇങ്ങനെ കൂടെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഈ പത്രോസ് പറയുന്ന പോലെ നമ്മുടെ ചിന്താകുലം അങ്ങ് ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ബോൾ പാസ് ചെയ്യുന്ന പോലെ ആ ബോൾ പിന്നെ നമ്മുടെ കയ്യിലല്ല, എവിടെയാണ്? കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാകുമോ? നമ്മുടെ ഭാരം കർത്താവിൻ്റെ കരങ്ങളിൽ ഇറക്കി വയ്ക്കുവാൻ തയ്യാറാകുമോ? അത് കർത്താവിന് പൂർണ്ണമായും നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. ഹല്ലേലൂയ! ഇത് ദൈവത്തിൻ്റെ വചനമാണ്. വിശുദ്ധ പത്രോസ് നമ്മളോട് പറയുന്നത് സകല ചിന്താകുലവും അവൻ്റെ ഇട്ട് കൊടുക്കാനായിട്ടാണ്. അങ്ങനെയെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവികമായ സമാധാനവും ആശ്വാസവും സന്തോഷവും വിടുതലും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ആരെങ്കിലും ഭാരത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ ഒരു വിഷമത്തോടെ, ഒരു നിരാശയോടെ, അല്ലെങ്കിൽ ഒരു ദുഃഖത്തോടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസേനയെ സമർപ്പിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അത് കർത്താവിന് ഇട്ട് കൊടുക്കുക. കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നുവെങ്കിൽ കർത്താവ് അതിന്മേൽ പ്രവർത്തിപ്പാനായിട്ട് ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.
ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.